ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നിങ്ങളെ ഉറപ്പിക്കുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു സന്ദേശമായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നൂറ് അസാധ്യതകളുടെ വാക്കുകൾ ദൈവപ്രവൃത്തിക്ക് വിരോധമായി ഉണ്ടെങ്കിലും ദൈവം ആ അസാധ്യതകളെ മുഴുവൻ മാറ്റി തൻ്റെ പ്രവൃത്തി നടപ്പിലാക്കുന്നത് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം നമുക്ക് കാണുന്ന ഒന്ന് രണ്ട് പദങ്ങളുണ്ട്. ഒരു കൂട്ടം അസാധ്യമായ കാര്യങ്ങളെ ചൂണ്ടി സംസാരിച്ചിട്ട് പറയും, അത്രയും അസാധ്യമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു, എന്നിട്ടും ദൈവം പ്രവർത്തിച്ചു. പ്രതികൂലമായിരുന്നു സിറ്റുവേഷൻ മുഴുവൻ, മനുഷ്യൻ മുഴുവൻ പറഞ്ഞു നടക്കത്തില്ല, എങ്കിലും ദൈവം പ്രവർത്തിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, എങ്കിലും, എന്നിട്ടും എന്നുള്ള പദങ്ങളൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ ചെറിയ സന്ദേശത്തിനകത്ത് ആ പദങ്ങൾ ഉച്ചരിക്കുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമ്മൾ എടുത്തൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷേ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ പലതും അടഞ്ഞുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇനി അത് ഓപ്പൺ ആകത്തില്ല എന്ന് ലോകം മുഴുവൻ നിങ്ങളോട് വിധി എഴുതുമ്പോഴും വിശ്വസിക്കുന്നുവെങ്കിൽ ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം ഒരു ദൈവപ്രവൃത്തി ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. മനുഷ്യൻ മുഴുവൻ പറഞ്ഞു ഇനി അത് തുറന്നു വരത്തില്ല, എന്നിട്ടും ദൈവം പ്രവർത്തിച്ചു എന്ന് പറയാൻ, സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങൾക്ക് സംഗതി വരുത്തും. ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മെസ്സേജിന് രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തെ ഭാഗം നൂറ് അസാധ്യമായ സാഹചര്യ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാം ദൈവത്തിന് വേണ്ടി അസാധ്യമായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഒന്നാമത്തെ വ്യക്തി ദാവീദാണ്. 2 ശമൂവേൽ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 4 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും, യെരൂശലേമിൽ എല്ലാ ഇസ്രായേലിനും യഹൂദയ്ക്ക് 33 സംവത്സരവും രാജാവായി വാണു. 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, രാജാവും അവൻ്റെ ആളുകളും യെരൂശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടപ്പാൻ കുരുടരും മുട്ടന്തരും മതിയെന്ന് പറഞ്ഞു. 7-ാം വാക്യം, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിൻ്റെ നഗരം. അവിടെയുള്ള ആളുകൾ പറഞ്ഞു, നീ ഇവിടെ കടക്കത്തില്ല. അവൻ അതിരിട്ടു, ഈ ബോർഡറിൻ്റെ അപ്പുറത്തോട്ട് നീ വരത്തില്ല. ദാവീദേ, നിനക്കങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവരെല്ലാം വിധി എഴുതി. ദാവീദിന് അത് ക്രോസ് ചെയ്യാനുള്ള കഴിവില്ല, മിടുക്കില്ല, പ്രാപ്തിയില്ല. ആ സിയോൻ കോട്ട പിടിക്കത്തില്ല. 6-ാം വാക്യം വരെ അവരുടെ പദങ്ങൾ എഴുതി വെച്ചിട്ട് തിരുവചനം പറയാം, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കും, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, മനുഷ്യൻ എനിക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ, പ്രാപ്തിയില്ലെന്ന് പറയുമ്പോൾ, എന്നിലൂടെയുള്ള ദൈവപ്രവൃത്തികൾ അവസാനിച്ചു എന്ന് പറയുമ്പോൾ, എന്നെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നിലൂടെ മനുഷ്യരങ്ങനെ പറയുമ്പോഴും നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് എത്ര പേര് വിശ്വസിക്കും? ആമേൻ. ചില ചാപ്റ്ററുകൾ ഇനി ഓപ്പൺ ആകത്തില്ലെന്ന് നീ പറയുമ്പോൾ, മനുഷ്യർ നിന്നോട് പറയുമ്പോൾ,
നിന്നിൽ ഇനി ഒന്നും സംഭവിക്കില്ല എന്ന്, നിൻ്റെ കുടുംബത്തിൽ ഇനി ഒന്നും സംഭവിക്കത്തില്ല എന്ന് മനുഷ്യർ പറയുമ്പോൾ പറയണം, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ഇനി രക്ഷയില്ല എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞത്. പക്ഷേ എന്നിട്ടും വടികളെല്ലാം അടഞ്ഞു, എന്നിട്ടും മുന്നിലൊരു സാധ്യതയും കാണുന്നില്ല, എന്നിട്ടും ചുറ്റുപാട് മുഴുവൻ നെഗറ്റീവാണ്, എന്നിട്ടും ദേശം ഉറ്റു നോക്കുവാൻ ഗോത്രതലവന്മാരെയൊക്കെ അയക്കുമ്പോൾ, സംഖ്യാപുസ്തകം 13, 14, 15 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ മുഴുവൻ നെഗറ്റീവ് വാർത്തകളാണ് വന്ന് പറഞ്ഞ്. 2 പേരൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു അനാക്കിയ വല്ലന്മാരുണ്ട്, നമുക്ക് ആ ദേശം കൈവശമാക്കാൻ പറ്റത്തില്ല. പക്ഷേ കാലേബ് 13-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ വായിക്കുക, എന്നാൽ കാലേബ് മോശവും മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് അനാക്യ മല്ലന്മാരുണ്ട് അവിടെ, എന്നിട്ട് നമ്മൾ ജയിക്കും, എങ്കിലും നമ്മൾ ജയിക്കും. അവരതികായകന്മാരാണ്. നമ്മൾക്ക് അവരുടെ മുമ്പിൽ നമ്മളെ ഒരു വെട്ടിക്കിളിയെ പോലെ നമുക്ക് തോന്നുന്നത്, എങ്കിലും നമ്മൾ ജയിക്കും, എന്നിട്ടും പ്രിയമുള്ളവരെ വിശ്വസിക്കുക. അസാധ്യമാണെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും, അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും, ഇപ്പോഴും സാധ്യതകൾ കാണാതിരിക്കുമ്പോഴും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അടഞ്ഞ അധ്യായങ്ങളെ തുറക്കും. ആമേൻ. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രം എല്ലാവർക്കും അറിയാം. യഹൂദ സമൂഹത്തെ നശിപ്പിക്കുവാൻ ഹാമാൻ രാജാവിനെ സ്വാധീനിച്ച് രേഖ എഴുതിയിരിക്കുകയാണ്. അവിടെ എസ്തേർ പ്രാർത്ഥിക്കാൻ പോവുക. 3 ദിവസം എസ്തേറും കൂടെയുള്ളവരും എല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 4:16 ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും, കണ്ടോ, നിയമം എനിക്കെതിരാ, പക്ഷേ എങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്ക ചെല്ലും, കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ചെല്ലുന്നത്. എങ്കിലും നിയമപ്രകാരം അല്ലെങ്കിലും എനിക്ക് രാജാവിൻ്റെ അടുക്ക് ചെല്ലുവാൻ നിയമമില്ല, പക്ഷേ നിയമം എനിക്കെതിരാ, എങ്കിലും. സഹോദര സഹോദരി, നിയമം നിനക്കെതിരാണോ? നിന്നോട് ദൈവം പറഞ്ഞ കാര്യം നടപ്പാക്കാൻ രാജ്യത്തിലെ നിയമം നിനക്കെതിരാണോ? പേടിക്കണ്ട, കർത്താവ് പറഞ്ഞതാണ്, കർത്താവ് നടത്തിയിരിക്കും. എസ്തേറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. നിയമപ്രകാരമല്ലെങ്കിലും സംഭവിച്ചോ നമുക്കറിയാം. നിയമപ്രകാരമല്ല എസ്തേർ ചെന്നത്, നിയമം എതിരായിരുന്നു. നിയമം വെച്ച് നോക്കിയാൽ പൊഞ്ചങ്കൊല് നീട്ടത്തില്ല, മറ്റൊന്നായിരിക്കും വിധി. പക്ഷേ അവിടെ വായിക്കുന്നു, രാജാവ് എസ്തേറിനെ കണ്ടപ്പോൾ പൊഞ്ചങ്കൊല് നീട്ടി. എങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എങ്കിലും വിശ്വസിക്കുന്ന ദൈവമക്കളെ, എങ്കിലും കണ്ണുനീരോടെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, വിശ്വാസത്തോടെ അന്യഭാഷകൾ പറഞ്ഞ ആത്മനിറവോടെ ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയാം, എങ്കിലും തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. സാധ്യതകൾ മുഴുവൻ നിൻ്റെ മുമ്പിൽ അടഞ്ഞേക്കാം, എങ്കിലും എന്നിട്ടും ദൈവം പ്രവർത്തിച്ചു. അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 4-ാം അധ്യായത്തിൽ പറയുകയാണ്, 4:16 അവൻ ഏകദേശം 100 വയസ്സുള്ളവനായി തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും. ഒരു ഭാഗത്ത് മുഴുവൻ വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അബ്രഹാമിനെക്കുറിച്ച് പറയുകയാണ്, ഗ്രഹിച്ചിട്ടും എന്നിട്ടും അസാധ്യമായ 100 കൂട്ടം കാര്യങ്ങളെ തലയ്ക്കകത്ത് കയറ്റി അറിയാം, അത് ഗ്രഹിച്ചു, അത് മനസ്സിലാക്കി, അതാണ് ഫാക്റ്റ്. എന്നിട്ടും ഗ്രഹിച്ചിട്ടും അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നിട്ടും എങ്കിലും ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് പറയും? ഞാൻ വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് കർത്താവ് നിങ്ങളെ കേൾപ്പിച്ചെങ്കിൽ അപ്രകാരം വിശ്വസിക്കാൻ വേണ്ടിയാണ്, ക്ഷീണിച്ചിരിക്കാൻ വേണ്ടിയല്ല, ബൈബിൾ വായന നിർത്താൻ വേണ്ടിയല്ല, പ്രാർത്ഥന നിർത്താൻ വേണ്ടിയല്ല, ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല.
സാധ്യത മുഴുവൻ റോങ് പറഞ്ഞാലും, നിയമം മുഴുവൻ നോ പറഞ്ഞാലും ദൈവം പ്രവർത്തിക്കും. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, പക്ഷെ കുഴികളിൽ വെള്ളം നിറയും. ഞാൻ പ്രവർത്തിക്കും, ആരെ തടുക്കും? നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവം. പ്രാർത്ഥന നിർത്തരുത്. ദൈവ സാന്നിധ്യത്തോട് ചേർന്നിരിക്കും, നിർത്തരുത്. കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ലാസറിൻ്റെ ചരിത്രം നമുക്കറിയില്ല. ലാസർ മരിച്ചുപോയി, പക്ഷേ അവിടെ കർത്താവിനെ കുറിച്ച് എഴുതി വച്ചിരിക്കുക. ഏറ്റവും സ്നേഹിച്ച ഭവനമാണ് ബഥാനിയിലെ ലാസറുടെ ഭവനം. 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, യേശു അത് കേട്ടിരുന്നു, ഇനി മരണത്തിനായിട്ടില്ല, ദൈവപുത്രൻ മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടെന്ന് പറഞ്ഞു. അടുത്തത്, യേശു മാർത്തയും അവളുടെ സഹോദരിയെ ലാസറിനെ സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നുവെന്ന് കേട്ടാറെ താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പുറത്തു. എന്നിട്ടും ചില കാര്യങ്ങൾ ദൈവം വൈകിപ്പിക്കുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതാ, എന്നിട്ടും എന്താ ഇങ്ങനെ? ഞാൻ പ്രതീക്ഷിച്ചതാ, എന്നിട്ടും എന്താ ഇങ്ങനെ? കർത്താവ് പറയും, എന്നിട്ടും കർത്താവ് വെയിറ്റ് ചെയ്തെന്ന്, കർത്താവ് ലേറ്റായെന്ന്. മറ്റൊന്നിനുമല്ല, തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. എന്നിട്ടും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയും കേട്ടോ. മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാ യേശു. തമ്പുരാൻ അറിയാം നാളെ എന്തുവാ ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സ്നേഹിച്ച ഭവനത്തിനൊരു പ്രതിസന്ധി വന്നപ്പോൾ കർത്താവ് മനഃപൂർവ്വം വൈകിയതാ. എന്തിനാ? തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ. സഹോദര സഹോദരി, ദൈവം ചിലത് വൈകിപ്പിക്കുന്നുവെന്ന് നിനക്ക് തോന്നിയാലും ഒരു കാര്യം ഉറപ്പ് പറയാം, കർത്താവ് അതിനകത്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. ആമേൻ. നല്ലൊരു മറുഭാഗമുണ്ട്. ദൈവം അസാധ്യമായ സാഹചര്യം നടുവിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുവാൻ അസാധ്യമായൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, നമുക്ക് ചുറ്റും ദൈവവചനത്തിന് വിരോധമായ ആളുകൾ സഞ്ചരിക്കുമ്പോഴും നാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദാവീദ് സിയോൻ കോട്ട പിടിക്കത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ദൈവത്താൽ താൻ അത് പിടിച്ചു. അനാക്യ മല്ലന്മാർ കനാൻ ദേശത്തുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേൽ ജനത്തെ ദൈവം അത് അവകാശമാക്കാൻ സഹായിച്ചു. ഹാമാൻ കഴുകുമരമൊക്കെ ഉയർത്തി രേഖയൊക്കെ യഹൂദന്മാർക്ക് വിരോധമായി എഴുതി രാജാവിൻ്റെ നിയമം വിരോധമായി നിൽക്കുമ്പോഴും എസ്തേറിന് വേണ്ടി പൊൻചെങ്കോൽ ദൈവം നീട്ടിച്ചു. അബ്രഹാമിന് വേണ്ടി, ലാസറിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്തു. ഇതെല്ലാം ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഒരു ഭാഗത്ത് ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവിൻ്റെ സ്വഭാവമാണ്. മറുഭാഗത്ത് പ്രിയരെ, ഓരോ നന്മകൾ ദൈവത്തെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച കാര്യങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, ദൈവം അടഞ്ഞതിനെ തുറക്കുമ്പോൾ, അസാധ്യമായതിനെ സാധ്യമാക്കുമ്പോൾ ഓർത്തോണം, അസാധ്യമായ സാഹചര്യങ്ങൾ നടുവിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരെ ദൈവം തിരയുന്നു. സഭകൾക്ക് ദൂതെഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുന്നു. അവിടെ ഓരോ നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത് എഴുതുമ്പോൾ അവിടെ വായിക്കുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിശ്ചയിച്ചില്ല. ശക്തി കുറവാ, എന്നിട്ടും എങ്കിലും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം കാത്തെന്ന് ഫിലദൽഫിയ സഭയിലുള്ളവർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ പറഞ്ഞേക്കാൻ നിനക്ക് കഴിവില്ല, മിടുക്കില്ല, പ്രാപ്തിയില്ല, ശക്തി കുറവാണ്, പക്ഷേ അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഏൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നു അവരെ ചേർക്കാനാണ് കർത്താവ് മടങ്ങി വരുന്നത്. ഒരു ഭാഗത്ത് തമ്പുരാൻ അസാധ്യതകളുടെ നടുവിൽ വഴികൾ തുറക്കുമ്പോൾ ഓർത്തോണം, അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാത്തോണം, തമ്പുരാൻ്റെ നാമം നിഷേധിക്കരുത്. സർദീസ് സഭയോട് പറയുമ്പോൾ വെളിപ്പാട് 3:4 വായിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം അത്ര നല്ലതൊന്നുമല്ല, പക്ഷേ എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് സർദീസിൽ നിനക്കുണ്ട്.
ഹർദീസ് സഭയോട് പറയുക, എങ്കിലും അമ്മേൻ. ആ 3-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സർദീസ് സഭയുടെ അവസ്ഥ നമുക്ക് വായിക്കാൻ കഴിയും. ജീവനുള്ളവനെന്ന് പേരുണ്ട്, എങ്കിലും മരിച്ചവനാ. പേരെന്തുവാ? ജീവനുള്ളവൻ, എങ്കിലും മരിച്ചവനാ. എന്നിട്ട് വീണ്ടും പറയുക, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ എനിക്ക് സർദീസിലുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഉടുപ്പ് മലിനമാകാത്ത ആ ചിലരുടെ കൂട്ടത്തിൽ നമുക്കും കയറിക്കൂടാം. 1-ാമത്തെ സഭയായിരുന്ന എഫെസോസ് സഭ, അവരെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് 4-ാം വാക്യത്തിൽ വായിക്കുക, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞവരുടെ കൂട്ടത്തിലല്ല നാം ആയിരിക്കേണ്ടത്, ഉടുപ്പ് മലിനമാകാത്തവരുടെ കൂട്ടത്തിൽ. ശക്തി കുറവുള്ളെങ്കിലും വചനം കാക്കുന്നവരുടെ നാമം നിഷേധിക്കാത്തവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവാസിയായി ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ വചനമനുസരിക്കുവാൻ, നിയമം പാലിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ എന്നിട്ടും തമ്പുരാൻ്റെ വചനങ്ങൾ അനുസരിക്കുവാൻ ദാനിയേൽ തീരുമാനമെടുത്തു. എബ്രായ ബാലന്മാർ തീരുമാനമെടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ അസാധ്യമായ സാഹചര്യം നടുവിലും വചനം അനുസരിക്കുന്നവരായി തീരാൻ നമുക്ക് തയ്യാറാണ്. ഒരു ഭാഗത്ത് അസാധ്യതകളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, മറുഭാഗത്ത് ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാത്ത, ഉടുപ്പ് മലിനമാകാത്ത, ആദ്യ സ്നേഹം വിട്ടുകളയാത്ത ആ കൂട്ടത്തിൽ നമുക്കാകാം. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിച്ച് സകല വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം നടക്കത്തില്ലെന്ന് പറയുമ്പോഴും, പിശാച് നടക്കത്തില്ലെന്ന് പറയുമ്പോഴും, ഇനി ഓപ്പണാകത്തില്ലെന്ന് ലോകം വിധി എഴുതുമ്പോഴും, ഇനി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യൻ പറഞ്ഞാലും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും, എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചതുപോലെ, അവിശ്വാസത്തിൽ സംശയിക്കാത്ത അബ്രഹാമിനെ പോലെ, എസ്തേറിനെ പോലെ ഇവിടുത്തെ വചനത്തിൽ വിശ്വസിപ്പാൻ ഞങ്ങളുടെ ജനത്തിന് ശക്തി കൊടുക്കണമേ. കർത്താവേ, അസാധ്യമായ സാഹചര്യം നടുവിലും, ശക്തി കുറയുന്ന അനുഭവത്തിലും, ഉടുപ്പ് മലിനമാകാതെ നിന്ന കൂട്ടത്തിൽ, ആദ്യ സ്നേഹം വിട്ടുകളയാത്തവരുടെ കൂട്ടത്തിൽ, വചനം കാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുമായി തീരാൻ ഞങ്ങൾ കൃപ തരണമേ. സകല വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.